വന്നോളൂ. ശരി കൊച്ചമ്മ. കൊച്ചമ്മയും ചിറ്റമ്മയൊന്നുമില്ല, ഒരു കൊച്ചമ്മ. അച്ഛനാണ് വിളിക്കുന്നെങ്കിൽ യെസ് സാർ എന്ന് പറയണം. ഞാനാണ് വിളിക്കുന്നെങ്കിൽ യെസ് മാഡം എന്ന് പറയണം. അച്ഛനാണ് വിളിക്കുന്നെങ്കിൽ കറക്റ്റ്. ഞാനാണ് വിളിക്കുന്നെങ്കിൽ യെസ് മാഡം. മാഡമല്ല, യെസ് മാഡം. യെസ് മാഡം. കറക്റ്റ്. അപ്പൊ ഞാനാണ് വിളിക്കുന്നതെങ്കിലോ? താനാണ് വിളിക്കുന്നെങ്കിലോ? താനൊന്നും വിളിക്കണ്ട. എന്താ മോളെ ടൗണിൽ അയച്ച് പഠിപ്പിച്ചോണ്ട് വല്ല നഷ്ടമുണ്ടോ? നഷ്ടമില്ലെന്ന് മാത്രമല്ല, ഒത്തിരി ലാഭമുണ്ട്. പോയതുപോലെയാണോ തിരിച്ചു വന്നിരിക്കുന്നത്? ഇങ്ങനെ ഇരുന്നതല്ലേ ഇപ്പൊ? അതാണ് എക്സസൈസ്. ഭയങ്കര മോളെ, ഇവർക്കെല്ലാവർക്കുള്ള ട്രെയിനിങ് കഴിഞ്ഞോ? ഇനിയുണ്ടോ? ഓൾറൈറ്റ്, കാര്യോ? അല്ല, നിങ്ങൾ ഇതുവരെ പോയില്ലേ? നിങ്ങളോടല്ലേ വേറെ എവിടെയെങ്കിലും പോകാൻ പറഞ്ഞത്? സാറേ, എനിക്ക് നെഞ്ചുവേദന തീരെ സഹിക്കാൻ വയ്യാതിട്ടാണ്. കുറച്ച് മരുന്ന് വാങ്ങി കൊടുക്കണം. ഒരു ഡോക്ടറെ കാണുന്ന കാര്യം തന്നെയാ പറഞ്ഞത്. കാശുണ്ടോ? കാശ് ഇല്ലാതെ പിന്നെ എങ്ങനെയാണോ ഡോക്ടറെ കാണുന്നേ? ചാരോ? ആരെ പഠിപ്പിച്ച് ചാറേ? ബഹളം ബഹളമൊന്നുമല്ല. നെഞ്ചുവേദന എടുക്കണത്ര, അതിന് ഡോക്ടറെ കാണണമെന്ന്. അതിന് കയ്യിൽ കാശുണ്ടോ? ഇല്ല. കാശില്ലെങ്കിൽ ചികിത്സയുമില്ല. കാശുണ്ടേ ചികിത്സയുണ്ട്, ചികിത്സയുണ്ട് കാശുണ്ട്. മുതലാളി ഒന്ന് പറയണം. മുതലാളി എന്ന് പറയണം. കാശില്ലാതെ ചികിത്സിക്കാനേ ഞാനിവിടെ ധർമാശുദ്ധി ഒന്നും നടന്നത്. നല്ലപോലെ പണം ചെലവാക്കി കെട്ടം കെട്ടിരിക്കുന്നത്, മനസ്സിലായോ? ധർമാശുദ്ധി ടൗണിലുണ്ടോ? ഓടിയല്ലേ? അതിന് 10-15 മൈൽ ദൂരം നടക്കണം. അതിന് കഴിയില്ല. ഇറങ്ങി ഒരു നെഞ്ഞുവേദന. ഇങ്ങനെ വഴിനീളെ പാടി നടന്നാലേ ആളുകൾ എന്തോ വിചാരിക്കും? ആളുകൾ എന്തും വിചാരിക്കട്ടെ. രാഘവേട്ടൻ എന്ത് വിചാരിക്കും? മാധവിക്ക് എന്തോ അസുഖം ഉണ്ടെന്ന് വിചാരിക്കും. ഈ അസുഖത്തിന് ചികിത്സയൊന്നുമില്ലേ? ചികിത്സയൊക്കെ ഉണ്ട്, പക്ഷെ പണം വേണം. പണമോ? അതെന്തിന്? പണമില്ലാതെ പിന്നെ കല്യാണം നടത്താൻ നോക്കൂ. ഇത് പറയാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി രാഘവേട്ട? കാത്തു ഞാൻ മടുത്തു. ഇനി കല്യാണം ഒന്നും വേണ്ട. ഒരമ്പലമുറ്റത്ത് വെച്ച് രാഘവേട്ടൻ എന്റെ കഴുത്തിൽ ഒരു പൂമാലയിട്ടാൽ മാത്രം മതി. ഞാൻ രാഘവേട്ടനോട് ഒന്നിച്ച് വരാം. അങ്ങനെ അങ്ങോട്ട് ക്ഷമയോട് കാണിക്കാടി പെണ്ണേ. നമ്മുടെ വിവാഹം അന്തസ്സായിട്ട് നടത്തും. അല്പം കൂടി ക്ഷമ കാണിക്കും. എന്നായിരുന്നു എനിക്കുള്ളതല്ലേ? രാഘവ, എന്താ രാഘവ ഇതിന്റെ ഒക്കെ അർത്ഥം? ഞങ്ങൾ പാടത്ത് ജോലിക്കാര്യം പറയായിരുന്നു. അത് മനസ്സിലായി. ഏതായാലും ഉടനെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം. ഞാൻ ജോലി സ്ഥലത്തേക്ക് അല്ലട്ടെ. നിന്നെ പിന്നെ രാഘവനെ മുതലാളി ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് അവിടെ വരെ വരണം. വന്നേ. രാഘവ, ഇന്ന 2000 രൂപയുണ്ട്. എന്തിനാ മുതലാളി? എന്തിനും ആകട്ടെ, മുതലാളി തന്നതല്ലേ. 2 കൈ നീട്ടി അങ്ങോട്ട് വാങ്ങിക്കൂ രാഘവ. വാങ്ങിക്കൂ. ഇനി കാര്യം പറയാം. രാഘവൻ ആ കല്യാണം കൂടെ നടത്തും. ഏത് കല്യാണം മുതലാളി? രാഘവന്റെ കല്യാണത്തിനാണിത്. മുതലാളി, എന്റെ കൂട്ടുകാരന്റെ മകനോട് എനിക്ക് ചില കടപ്പാടുകളൊക്കെ ഇല്ലേ രാഘവ? എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല മുതലാളി. വിശ്വസിച്ചേ പറ്റൂ. നിങ്ങളുടെ അച്ഛനും മുതലാളിയും തമ്മിലുള്ള ഇരിപ്പുവാസന എങ്ങനെയായിരുന്നു? പക്ഷെ എന്ത് ചെയ്യാം, ബുദ്ധിമോശം കാണിച്ചു. അതെല്ലാം പോട്ടെ, എല്ലാ ഈശ്വര നിശ്ചയം. രാഘവ, നീയും ആ പെണ്ണുമായി സ്നേഹമായിട്ട് കുറച്ചു കാലമായി ഞാൻ അറിഞ്ഞു. എന്നാ ഇനി പണമില്ലാത്തതുകൊണ്ട് വിവാഹത്തിന് താമസമൊന്നും വേണ്ട, ഉടനെ അങ്ങ് നടത്ത്. ഈ സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല മുതലാളി. മറന്നാലും മറന്നില്ലെങ്കിലും രാഘവന് ദോഷമാണ്. എന്ന് വെച്ചാൽ ഇവന്റെ അനിയനില്ലേ ആ വേലപ്പൻ, അവനൊരു ദോഷകാരകനാ. അവനെ പോകാൻ പറ. അവൻ എന്ത് ചെയ്യാനാ? അത്ര തന്നെ. രാഘവ, നീ ഇന്നിനി ജോലിക്കൊന്നും പോകണ്ട, ഉടനെ വീട്ടിലോട്ട് ചെല്ല്. കല്യാണത്തിന് വേണ്ട സകല അറേഞ്ച്മെന്റും കൂടി ചെയ്യും. അല്ല മുതലാളി, ഇതുകൊണ്ട് വല്ല പ്രയോജനം ഉണ്ടാവൂ? ഏതുകൊണ്ട്? അല്ല,
അവന് ഈ 12,000 രൂപ വെറുതെ കൊടുത്തോട്ട് വല്ല പ്രയോജനം ഉണ്ടാകുമോ? എടാ വിധി, 2000 അല്ല 5000 കൊടുത്താലും ഒരു നഷ്ടവുമില്ല. വേലപ്പൻ നമുക്ക് എതിർ നിൽക്കുമ്പോഴൊക്കെ അവനെ തടയാൻ രാഘവൻ നമ്മോടൊത്ത് വേണോടാ മഠയാ. അപ്പോ ഇവനൊരു പരിചയമാണെന്ന് പറ. വേലപ്പൻ വാള്, ഇവൻ പരിചയം. വെട്ടുന്നു, തടയും. പോകാൻ പറ. 2000 രൂപ കുഴപ്പമില്ല, ഇനിയും കൂടെ അങ്ങനെ. അമ്മേ, ഇത് കണ്ടോ അമ്മേ? ഞാൻ അങ്ങോട്ട് ചോദിച്ചതേ ഇല്ല. എന്നെ വീട്ടിൽ വിളിച്ചു വരുത്തിയാണ് അദ്ദേഹം തന്നത്. ഈശ്വര, അദ്ദേഹത്തിന് ഒരു ദോഷവും വരുത്തരുതേ. ഈ സഹായം നമുക്ക് ഒരിക്കലും മറക്കാനാവില്ല. ഞങ്ങളുടെ അച്ഛനെ ഓർത്ത് തരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതാണ് മഹത്വം എന്ന് പറഞ്ഞത്. ഇത്രയൊക്കെ നിലയും മെലയും ഉണ്ടായിട്ടും അദ്ദേഹം പഴയത് വല്ലതും മറക്കുന്നുണ്ടോന്ന് നോക്ക്. എന്താ അമ്മേ, എന്താ കഥ പറയുന്നത്? എടാ, ഇതെന്താന്നറിയോ? അറിയില്ലല്ലോ. രൂപ 2000. ഓഹോ, അവന് തന്നെ നിസ്സാരമാക്കി കളഞ്ഞല്ലോ. എടാ, നിന്റെ ചേട്ടന്റെ കല്യാണത്തിന് നിന്റെ ശത്രുവാണെന്നും പറഞ്ഞ് നീ നടക്കുന്ന മാളിക വീടം തന്നയിച്ച രൂപയാ. ഓഹോ, അങ്ങനെ വരട്ടെ. അപ്പൊ മാളിക വീടം തന്ന രൂപയാണിതല്ലേ? എങ്കിൽ ചേട്ടന്റെ കയ്യിൽ ഈ രൂപ തന്നപ്പോ ചേട്ടന്റെ കഴുത്തിൽ ഒരു കുരുക്ക് മേലിട്ടിട്ടുണ്ട്, സംശയമേ. നീ എന്താ പറഞ്ഞ്? കുരുക്കോ? അതിപ്പോ അറിയില്ല, മുറുകുമ്പോഴേ അറിയും. ചേട്ടാ, ഇവനെ എന്തോ ചെയ്യാനാ? ഒരാളൊന്ന് സഹായിക്കാന്ന് ചോദിച്ചാലും കുറ്റമാണ്. ഇവനോടിത് പറയാമെന്ന് എന്നെ വേണതല്ലേ? അല്ല, ഒരു ചെറിയ സംശയം ഒന്ന് ചോദിച്ചോട്ടെ. ചേട്ടന്റെ കല്യാണം നടത്താൻ അയാൾക്ക് ഇത്ര നിർബന്ധം തോന്നാൻ കാര്യം? ഒരാൾക്ക് ഇങ്ങനെ ഒരു നല്ല കാര്യം തോന്നിക്കൂടെന്നാണോ നീ പറയുന്നത്? ഇത് നല്ലൊരു കാര്യമാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ എന്റെ ചേട്ടൻ നല്ല കാര്യം ചെയ്യാൻ ഇനിയും സമയമുണ്ട്. ഈ രൂപ തിരിച്ചു കൊടുത്തേക്ക് കേട്ട, ഇല്ലെങ്കിൽ ആപത്താണ്. ഇതിൽ കൂടുതൽ ഞാനൊന്നും പറയുന്നില്ല. ഇതെല്ലാം ഇവൻ എന്നോടുള്ള അസൂയ കൊണ്ട് പറയാണ്. എന്റെ ഇത്രയും വലിയ ചേട്ടൻ കൊച്ചു പെമ്പിള്ളരെ പോലെ സംസാരിക്കുന്നല്ലോ. അവൻ ഇഷ്ടമുള്ളത് പറഞ്ഞുകൊണ്ട് നീ ഒന്ന് കാര്യമാക്കണ്ട. ചുമ്മാ നാട്ടുകാർ നിന്നെ തെമ്മാടിന്ന് വിളിക്കുന്നത്. ഇവൻ സാക്ഷാൽ തല്ലുള്ളിയാണെന്ന്. എന്താടാ ചീട്ട് വെക്കാൻ ആരും കിട്ടിയില്ലേ? കടി വിളിച്ച് തിരക്കുന്നില്ലെങ്കിൽ നമുക്കൊന്ന് ഇരിക്കാം. പിന്നെ അങ്ങനെ കൂടെ വേറെ ജോലിയുണ്ട്. ചേട്ടന് വേണോ? ഞാൻ കണ്ടില്ല. ഒരു ചായ ഒന്ന് എടുക്ക്. കൈ കാശുണ്ടോ? ആ, ഇത് പിന്നെന്തോന്നാ? അത് ചീട്ടല്ലേ? ആ ചീട്ട് തന്നെ കാശിന്റെ ചീട്ട്. 1 വെച്ചാൽ 2 കിട്ടും, 2 വെച്ചാൽ 4 കിട്ടും. അവസാനം തലക്കെട്ടും കിട്ടുവാണോ? ആ, ചായ എടുക്കുക, കാശ് ഞാൻ തരാം. എന്ന് അരിയേക്കാം, നമുക്കൊന്നിരിക്കാം. എന്തിന്? ഞാൻ അതുണ്ടാക്കാനാ. അല്ലാണ്ട് എന്തിനാ? അവന് കളിച്ച സമയം അനക്ക് ചായ അല്ലേ വേണ്ടിയത്? എടാ പഞ്ചാര കുട്ടപ്പാ, ഇവനും കൊടുക്കില്ല. പണ്ടാ നടക്കട്ടെ പോകാൻ. ഡബിൾ സ്ട്രാങ് ആയിക്കോട്ടെ. കച്ചവടം നിർത്ത്. എന്റെ വാടക തന്നിട്ട് ഇനി കച്ചവടം നടത്തിയാൽ അച്ഛനും വാടക തന്നാ പോരെ. അവര് കച്ചവടം നിർത്തുന്നതിന് കാശ് ചോദിക്കുമ്പോ മാത്രം അച്ഛൻ, അത് കഴിയുമ്പം ചിഞ്ചിലം അല്ലേ? ഓ, മകന്റെ ഒരു സ്നേഹം. എടാ, നിന്റെ വേല മനസ്സിലിരിക്കട്ടെ. എന്റെ വാടക അതെ, എടുക്കാതെ വാടക. ഒന്നും പറയണ്ട, വാടക എടുക്കും. അറിയാത്തോണ്ട് ചോദിക്കാം. സ്വന്തം മകനല്ലേ, ഒരു കച്ചവടം ചെയ്ത് ജീവിക്കുന്നിടത്ത് ഒന്ന് വാടക ചോദിക്കുന്നത് ശരിയാണോ? അതെ അതെ, ശരിയാണോ? പക്ഷേ ഇവൻ വലിയ പ്രമാണിയല്ലേ? എന്റെ മുതലാളിയെ വരെ എതിർക്കുന്ന പ്രമാണി. എന്റെ വാടക തന്നിട്ട് എന്നോട് കച്ചവടം നടത്തിയാൽ മതി, ഇല്ലെങ്കിൽ കട ഇന്ന് ഒഴിഞ്ഞു തരണം. അച്ഛൻ വാടക കിട്ടിയിട്ട് പോയാ മതി അച്ഛാ. അച്ഛനൊന്ന് വിശ്രമിക്കണ്ട അച്ഛാ. അച്ഛനെ വിടി. നീ എന്നെ അങ്ങനെ ഇരുത്തല്ലേ? നീ എന്നെ ഇരുത്താൻ തുടങ്ങിയിട്ടേ കാലത്ത് കുറയായി. എന്തൊക്കെ എനിക്ക് ഒറ്റ അച്ഛനേ ഉള്ളൂ. വേണ്ട, അതങ്ങനെ വാടക വെച്ചോട്ടനെ സുഖം എടുത്ത് വാരി വെച്ച്. അച്ഛൻ ഇതൊന്ന് തിന്നു നോക്കിയാട്ടോ, നല്ല പഞ്ചാര പോലത്തെ മരുന്ന്. എനിക്ക് വേണ്ട. വർത്താനം പറഞ്ഞോണ്ട് ഒരു വാടക അവകാശം മേടിക്കാൻ. അവകാശം മേടിക്കാൻ. ചൂടാ എന്റെ പൊന്നച്ച. ഇതോടെ കണ്ണു കണ്ടു. എന്തോ ഇല്ലച്ചാ, അയ്യോ ഇതോടെ അച്ഛാ എന്റെ പൊന്നച്ച അല്ലാതെ. അയ്യോ, അച്ഛന്റെ കണ്ണല്ലേ ഇരിക്കുന്ന കണ്ടില്ലേ? വടയും സുഖിനും പണം അല്ലാതെ എന്തോ തടയുന്നു. അയ്യോ, അങ്ങോട്ട് പോയി വെള്ളം ചായ എടുത്തോണ്ട് വരെ. എന്റെ അച്ഛന് വല്ലാതെ വരുന്നു. അയ്യോ, ചായ വേഗം കൊണ്ടോ, അച്ഛന്റെ കണ്ണ് തള്ളുന്നു. മാറി. എന്റെ അച്ഛന് ചായ ഞാൻ കൊടുത്തോളാം. ഇത് സ്പെഷ്യൽ ചായ. അച്ഛൻ പറഞ്ഞു ഞാൻ കഴിച്ചു. കൊല്ലാൻ പോകുന്നുണ്ടോ? വാങ്ങിക്കോളാം. എന്നോട് വാഴ മേടിച്ചോളാം. അതിന്റെ സുഖേനും പറയും.
ഇങ്ങനെയാണെങ്കിലേ കട ഒഴിഞ്ഞു കൊടുക്കേണ്ടി ഓരോ കുട്ടപ്പ അങ്ങനൊന്നും കൊടുക്കേണ്ടി വരട്ടെ. എവിടെ ഇത് ഒഴിയാൻ ഒഴിപ്പിക്കാനോ മറ്റാണോ? കാശ് കൊടുക്കാതെ ചായ കുടിക്കണം, അതിനുള്ള സൂത്രമല്ലേ? ഇതിന്റെ കൂടെ മുതലാളിയെ പ്രീതിപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു ഉദ്ദേശം കൂടി അദ്ദേഹത്തിനുണ്ട്. എന്നാല് ഓന്റെ വായിൽ ചുടിയായി ഒഴിച്ചത് ഫാസ്റ്റ് അയക്കണമെന്ന് കുട്ടിക്കോളി. അമ്പലത്തിൽ ഈ വേഷത്തിൽ പൊയ്ക്കൂടാ മേഡം? അതല്ല നിങ്ങളുടെ ഗ്രാമപ്രദേശത്തിലെ നിയമങ്ങളാ. അങ്ങനെയൊന്നുമില്ല. ദൈവത്തിന് ഈ വേഷത്തിൽ പോകുന്നത് ഇഷ്ടപ്പെടാതിരിക്കില്ല. നീ വാ, നമുക്ക് പോവാം. ഉമ്മ ഈ വെയ്യാത്തൊക്കെ ഈ വീടിയേക്കലേക്ക് എത്തിയോ? പിന്നെ പുര കയറിയിരുന്നെ ഞാൻ കാണും നിങ്ങളെ. നമ്മള് വെറുതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി. ഉമ്മ സുഖമില്ലാതെ എന്തിനാ പുറത്തേക്ക് ഇറങ്ങി കിടക്കുന്നത്? പോയി കിടക്കണം. കേട്ടോ അരപ്പ, എത്ര പറഞ്ഞാലും ഉമ്മ കേൾക്കൂല. ഇതാണ് സ്വഭാവം. എത്രയെന്ന് വെച്ച മക്കളെ നമ്മള് പോയതിന്റെ അവസ്ഥ കിടന്നു വയ്യാണ്ട്. നിങ്ങളൊരു കാര്യം ചെയ്യും, നല്ല പോയി പുര പോയി കിടന്നാട്ടെ. ഇങ്ങനെ നടക്കണ്ട. വേണ്ട മക്കളെ, നമ്മള് പോയി. കല്യാണി, പഴത്തിന് എന്താ വില? പഴം 10 പൈസക്ക് 2. 10 പൈസക്ക് 8 കൊടുക്കോ? അത് എന്താ അപ്പുറത്തോട്ട് മാറി കണ്ടോന്ന് ചോദിക്കും. അല്ല പിന്നെ പഴം വാങ്ങിക്കാൻ നടക്കുന്നു. ദേഷ്യപ്പെടാതെ കല്യാണി. കാക്കയ്ക്ക് വേണേ മേടിച്ചോ, പൈസ നമ്മള് കൊടുക്കാം. ചെക്കത്ത് എനിക്ക് വേണ്ട. അല്ല, വേലുണ്ടെന്ന് മാളിവിടിന്റെ തോപ്പിൽ ജോലിയില്ലേ? പിന്നെ ഞാൻ പോണു. ആ, തമ്പുരാട്ടി വരുന്നു, മാറിക്കൂ. നമസ്കാരം തമ്പുരാട്ടി. വഴിമാറിക്കോ, വഴിമാറിക്കോ. എന്താ കളിയാക്കുകയാണോ? എന്താണ് കളിയാക്കുന്നു? തൊഴിക്കും ഞാൻ. തമ്പുരാട്ടി വിട കൊണ്ടാട്ടെ, അടിയങ്ങൾ എഴുന്നള്ള. അയ്യോ, സാരമില്ല മാഡം, എനിക്കറിയാം. എണീക്കാൻ എന്തെങ്കിലും പറ്റിയോ കൊച്ചമ്മേ? പഴത്തൊലി ഇടാൻ കണ്ട സ്ഥലം. ഫൂൾ, ഇഡിയറ്റ്, നോൺസെൻസ്, പട്ടി. ഇങ്ങനെ തന്തയോട് സ്നേഹമുള്ള ഒരു പെണ്ണ് എപ്പോഴും തന്തയുടെ വിചാരമേ ഉള്ളൂ. താഴെ വീണപ്പോഴും തന്തയെ വിളിക്കുന്നത് കേട്ടില്ലേ? പട്ടി, റാസ്കൽ എന്നൊക്കെ. എന്ത് പറഞ്ഞു? അമ്പലത്തിലേക്ക് ഇനി വൈകിട്ടോ മറ്റോ പോകാം മാഡം. ഓഹോ, അപ്പൊ അമ്പലത്തിലേക്ക് പോകുന്ന വേഷമായിരുന്നു ഇത്. അപ്പൊ വീണത് ഫസ്റ്റ്. നീ വീട്ടിലേക്ക് വന്നോ? അതാണ് നല്ലത്. അതാ നല്ലത്. നീ ഒന്നും പറയണ്ടടാ പട്ടി. കൊച്ചമ്മേ, പതുക്കെ പതുക്കെ പതുക്കെ. കുഞ്ഞിന്റെ താടിക്കല്ലേ? അമ്പലത്തിൽ പോയതല്ലേ, പിന്നെന്താ ചുണ്ടുന്നത്? പഴത്തൊലി ഡാഡി. ജാനകി, ഇവളെന്തായി പറയുന്നത്? ഞങ്ങൾ അമ്പലത്തിലേക്ക് പോകുന്ന വഴി വേലപ്പനും കൂട്ടുകാരും കൂടി പഴം വാങ്ങിച്ചു തന്നിട്ട് തൊലി റോഡിൽ എറിഞ്ഞിരുന്നു. ആ പഴത്തൊലി ചവിട്ടി ഞാൻ മലനടിച്ച് താഴെ വീണു. ചേട്ടാ, പഴത്തൊലി വേലപ്പ. അപ്പോൾ രണ്ടിലും നിറഞ്ഞേ അവൻ അടങ്ങൂല്ലേ? എന്താ സംശയം? അല്ലെങ്കിൽ പിന്നെ സാധാരണ പഴം തിന്നാത്തവൻ കുഞ്ഞിനെ കണ്ടപ്പോൾ പഴം തിന്നാൻ കാര്യമുണ്ടോ? വീഴ്ത്തണം, കുഞ്ഞിനെ വീഴ്ത്തണം. എവിടെ വെച്ച് കണ്ടാലും വീഴ്ത്തണം. ഇതങ്ങനെ വിടാൻ പറ്റില്ല. മുതലാളി, ഞാൻ പോയി ഒന്ന് ചോദിച്ചിട്ട് വേണ്ട. ഞാൻ ചോദിച്ചോളാം. അത് അവസാനത്തെ ചോദ്യം. ഈ പഴത്തൊലി കാര്യത്തിൽ മുതലാളി ഇടപെടണ്ട. ഇത് ജാത്തുണ്ണിയാ പറയുന്നത്. ഞാനും കുഞ്ഞിന് കുഴമ്പിടും. പിന്നെ ഞാൻ വരാൻ താമസിച്ചാൽ അല്ല, ആരും വരണ്ട.